മെയ് മാസം 8-ാം തീയതി ക്രിസ്തുവർഷം 2024 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ദൈവകൃപയാൽ മാത്രമാണ് ഈ ആഴ്ച ഈ സന്ദേശവുമായി വരുവാൻ ദൈവം കൃപ നൽകിയത്. അതിനോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കേൾവിക്കാരായ എല്ലാവർക്കും ദൈവകൃപയും സമാധാനവും നേരുന്നു. ക്രിസ്തുയേശുവിലുള്ള സ്നേഹവും വന്ദനവും ആശംസകളും അറിയിക്കുന്നു. ഇന്ന് ദൈവവചന വായനയ്ക്കായിട്ട് 1 തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 12 മുതൽ 17 വരെ വായിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. തിരുവചന വായന 1 തിമോത്തിയോസ് അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. എനിക്ക് ശക്തി നൽകിയത് യേശുക്രിസ്തു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. നമ്മുടെ കർത്താവിൻ്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. അതിൻ്റെ 17-ാം വാക്യം, നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. ആമേൻ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ദൈവവചന പഠനം അജ്ഞതയിൽ നിന്ന് അറിവിലേക്കും അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും ശിക്ഷയിൽ നിന്ന് മോചനത്തിലേക്കും ക്രോധത്തിൽ നിന്ന് കരുണയിലേക്കും നയിക്കുമാറാകണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ബൈബിളിൽ 66 പുസ്തകങ്ങൾ, കാനൂനികമായി 66 പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ദൈവവചനമാണ്. പരിശുദ്ധാത്മാവിനാൽ മനുഷ്യരാൽ എഴുതപ്പെട്ട 66 ആധികാരിക പുസ്തകങ്ങൾ. ഈ പുസ്തകങ്ങളിൽ 13 പുസ്തകങ്ങൾ അപ്പസ്തോലനായ പൗലോസിനാൽ രചിക്കപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ അപ്പസ്തോലനാൽ എഴുതപ്പെട്ട 13 ലേഖനങ്ങൾ നമുക്കുണ്ട്. അതിലൊന്നാണ് 1 തിമോത്തിയോസ് ലേഖനം. അങ്ങനെ 2 ലേഖനങ്ങളുണ്ട്. 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്. ഈ പുസ്തകത്തിൽ അപ്പസ്തോലനായ പൗലോസ് തൻ്റെ മാനസാന്തരവും യേശുക്രിസ്തുവിൽ വിശ്വാസം സംബന്ധിച്ച ദൈവം കാണിച്ച കരുണയുടെ ഫലമായി ഉണ്ടായ ഒരു സാക്ഷ്യവും ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൗലോസ് ഈ ദൈവത്തെക്കുറിച്ച് ഇത്ര മഹത്വമായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനാൽ എഴുതി, നമുക്കായിട്ട് എഴുതി അത് സൂക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ റോമാലേഖനം പൗലോസിനാൽ എഴുതപ്പെട്ടതാണ്. റോമാലേഖനം പാപിക്ക് മോക്ഷം നൽകുന്ന വെളിപ്പാടാണ്. ഒരു പാപിയായ മനുഷ്യന് സ്വർഗം ലഭിക്കുന്ന, ദൈവത്തോടുള്ള വാസം ലഭിക്കുന്ന ആ മാറ്റത്തിൻ്റെ, ആ ഔദാര്യത്തിൻ്റെ, ആ കൃപയുടെ, ആ ദാനത്തിൻ്റെ വലിയ ഒരു വെളിപ്പാടാണ് റോമാലേഖനത്തിലൂടെ പരിശുദ്ധാത്മാവ്
പൗലോസ് അപ്പോസ്തലൻ എഴുതാനിടയായത്. പരിശുദ്ധനായ ദൈവം പാപിയായ മനുഷ്യനെ എങ്ങനെ നീതീകരിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം റോമാലേഖനം വെളിപ്പെടുത്തുകയാണ്. വളരെ മഹോന്നതമായ ഒരു പാപിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം അത് റോമാലേഖനമായിരിക്കണം. കാരണം ഒരു പരിശുദ്ധനായ ദൈവം ഒരു പാപി എങ്ങനെ രക്ഷിക്കുന്നു എന്നുള്ളത് അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം റോമാലേഖനം അത് മതിയായതാണ്. ഇതിനാധാരമായിട്ട് പാപിയെ പരിശുദ്ധനായ ദൈവം നീതീകരിക്കുന്നു എന്നുള്ളതിന് റോമാലേഖനത്തിൽ നിന്ന് 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം അതിൻ്റെ 3-ാം അധ്യായം 29-30 വാക്യങ്ങൾ വായിക്കുകയാണ്. റോമർക്ക് എഴുതിയ പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങൾ. അല്ല, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ? ജാതികളുടെയും ദൈവമല്ലയോ? അതേ ജാതികളുടെയും ദൈവം ആകുന്നു. എന്ന് വെച്ചാൽ ഒരു ദൈവമുള്ളൂ ഈ പ്രപഞ്ചത്തിൽ. ആ ദൈവം പരിശുദ്ധനാണ്. ഈ പരിശുദ്ധനായ ദൈവം എങ്ങനെയാണ് പാപിയെ നീതീകരിക്കുന്നത്? അതിൻ്റെ 30-ാം വാക്യം ശ്രദ്ധിച്ചാലും, ദൈവം ഏകനല്ലോ, അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്നിചർമ്മകളെയും നീതീകരിക്കുന്നു. ഇതാണ് ഒരു പാപിയെ സംബന്ധിച്ച്. അത് പരിച്ഛേദനയേറ്റ മനുഷ്യനായാലും പരിച്ഛേദന ഏൽക്കാതെ ജാതിയായാലും ഏക സത്യ നിത്യ ദൈവം ഒരു മാർഗം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ ഒരുക്കിയിട്ടുണ്ട്. പാപിക്ക് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട നല്ല വാർത്ത ഇതാണ്: യേശു ക്രിസ്തുവിൽ വിശ്വാസം മൂലം നീതീകരിക്കപ്പെടുന്നു. ഇതാണ് റോമാലേഖനത്തിൻ്റെ ആകത്തുക. അങ്ങനെ യേശു ക്രിസ്തു വിശ്വസിച്ചവർക്കായിട്ട് എഴുതപ്പെട്ട റോമാലേഖനത്തിൽ അവരെങ്ങനെ ജീവിക്കണം, ഒരു പ്രത്യാശ എന്തായിരിക്കണം, അവർ അറിവ് ഏത് വിധത്തിലുള്ളതായിരിക്കണം എന്നെല്ലാം നമുക്ക് അറിയാവുന്ന നമ്മൾ അത് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പിന്നോട്ട് വായിക്കുമ്പോൾ ദൈവം മാനസാന്തരം ഉദ്ദേശിക്കുന്നുണ്ട്. റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട റോമാവിശ്വാസികൾ പറയുകയാണ്, ദൈവത്തിൻ്റെ കരുണ, ദീർഘക്ഷമ ഇവയാണ് നമ്മൾ ഓരോരുത്തരെയും, റോമാലേഖനത്തിലെ വിശ്വാസികളും അതിനുശേഷമുള്ള എല്ലാ വിശ്വാസികളുടെയും രക്ഷയ്ക്കും നീതീകരണത്തിനും കാരണമായിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ കരുണയാണ്. ഈ കരുണയാണ് അപ്പസ്തോലനായ പൗലോസിനെയും വിശ്വാസമാർഗത്തിലേക്ക് കൊണ്ടുവരുവാനും വിശ്വാസമല്ല നീതീകരണത്തിൽ വിശ്വസിച്ച് അവൻ രക്ഷിക്കപ്പെട്ട് പൗലോസ് അപ്പസ്തോലനായിട്ട് നിയമിക്കുകയും ചെയ്തത് അത് ദൈവമാണ്. യേശു ക്രിസ്തുവാണ് അത് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സാക്ഷ്യമാണ് നമ്മൾ 1 തിമോത്തി 1-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചത്. അപ്പോൾ അങ്ങനെ നാം കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സുകൾ നമ്മളൊന്ന് അയവിറക്കുകയാണെങ്കിൽ നമ്മൾ അറിവുള്ളവരായിരിക്കണം. രക്ഷയെക്കുറിച്ചും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും പ്രവചനങ്ങളെക്കുറിച്ചും വരാനുള്ള കാര്യങ്ങളെക്കുറിച്ചും എല്ലാം നാം അറിവുള്ളവരായിരിക്കണം. അറിവ് മാത്രമല്ല, അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി മാറണം. അത് ദൈവം ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ അറിവിൻ്റെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മാനസാന്തരം തന്നെയാണ്. നമ്മുടെ മാനസാന്തരത്തിൻ്റെ പിന്നിൽ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ സ്വഭാവം പ്രവർത്തിച്ചിട്ടുണ്ട്. അതാണ് നമ്മളെ ഈ ദൈവത്തിൻ്റെ കരുണ ആണ് ആ സ്വഭാവം. അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അത് നാം വിശ്വസിക്കുമ്പോൾ ആണ് നാം നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളും
പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളും പുത്രൻ ചെയ്ത കാര്യങ്ങളും എല്ലാം ഒരുമിച്ച് ഒരു വ്യക്തിയുടെ നീതീകരണം എന്ന് വെച്ചാൽ, അവൻ്റെ രക്ഷ എന്ന് വെച്ചാൽ, ഇത് അത്ഭുതകരമായി ദൈവം ചെയ്യുന്നൊരു കാര്യമാണ്. അതിൽ എൻ്റെയും നിൻ്റെയും കേൾവിക്കാരുടെയും ഉത്തരവാദിത്തം ഈ ദൈവം പറയുന്ന കാര്യങ്ങൾ, അപ്പസ്തോലന്മാരിൽ വെളിപ്പെടുത്തിയ സത്യങ്ങൾ നാം വിശ്വസിക്കുക എന്നതാണ്. അങ്ങനെ നാം അറിവിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച അല്പമായിട്ട് സംസാരിക്കുകയുണ്ടായി. ഇസ്രായേലിനെ സംബന്ധിച്ച് നാം വ്യക്തമായ അറിവും ആ അറിവ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായും തീരേണ്ടത് ആവശ്യമാണ്. റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുതപിക്കുന്നില്ലല്ലോ. ദൈവം ഒരിക്കൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുന്നറിവിലാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. ദൈവം എപ്രകാരം പ്രവർത്തിക്കുന്നു, എപ്രകാരമാണൊരു വ്യക്തി ദൈവഭാഗത്തേക്ക് വരുന്നത്, ദൈവത്തെങ്കിലുള്ള മനസ്സാന്തരം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, ഇത് എങ്ങനെയാണെന്നുള്ളത് ദൈവത്തിനറിയാം. അങ്ങനെ തീരുമാനിച്ച കാര്യങ്ങളിൽ ദൈവം കൃപ കൊടുക്കാനും കരുണ കാണിക്കാനും വരങ്ങളെ നൽകുവാനും വിളിക്കുവാനും എല്ലാം തന്നെ ദൈവം ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഒരിക്കൽ പോലും ദൈവം അനുദപിക്കുന്നില്ല. അതിൽ നിന്നൊരു മാറ്റം വരാൻ പോകുന്നില്ല. അങ്ങനെ മാറ്റം വരുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് പൗലോസ് അപ്പസ്തോലൻ. അതാണ് നമ്മൾ 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഇങ്ങനെ കരുണയാൽ ദൈവം വിളിച്ച് വേർതിരിച്ച ഒരു വ്യക്തിയാണ് പൗലോസ് അപ്പസ്തോലൻ. അവന് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ, അതുകൊണ്ടാണ് 17-ാം അധ്യായത്തിൽ അദ്ദേഹം അങ്ങനെ എഴുതിയിരിക്കുന്നത്. 1 തിമോത്തി 1-ന്റെ 17 അപ്പസ്തോലനായ പൗലോസ് എഴുതിയിരിക്കുന്നത്, നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. ആമേൻ. കാരണം ഈ ദൈവമാണ് നമ്മുടെ രക്ഷിതാവ്. ഈ ദൈവത്തിൻ്റെ സ്വഭാവമാണ്, മാറ്റമില്ലാത്ത സ്വഭാവമാണ്, തീരുമാനങ്ങളാണ് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നത്, നീതീകരണത്തിലേക്ക് നയിക്കുന്നത്. അതിൽ സുവിശേഷം കേട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് പാപബോധം നൽകി അതിൽ നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നാം നീതീകരിക്കപ്പെടുന്നു എന്നുള്ളതും ദൈവിക സത്യം തന്നെയാണ്. അപ്പം അങ്ങനെ നാം പൗലോസ് അപ്പസ്തോലൻ്റെ ലേഖനങ്ങളിലൂടെ പൗലോസ് അപ്പസ്തോലൻ്റെ വ്യക്തിപരമായ മാനസാന്തരവും യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും, അതവൻ പറയുന്നത് അവൻ്റെ അറിവില്ലായ്മയിൽ അവൻ ചെയ്തു എന്നാണ്. എന്നാൽ ദൈവം എന്നോട് കരുണ കാണിച്ചു. ദൈവം എല്ലാവരുടെയും ദൈവം ആകിയാൽ എല്ലാവരോടും കരുണ കാണിക്കുന്നുണ്ട്. എന്നാൽ എളിമപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത്, ദൈവത്തിലും ദൈവത്തിൻ്റെ പദ്ധതിയിലും തീരുമാനങ്ങളിലും വിശ്വസിക്കുക എന്നുള്ളത്, ആ ഒരു എളിമ നാം വിശ്വാസത്തിലൂടെ കാണിക്കേണ്ടത് അത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. അവിടെ നമ്മൾ അഹങ്കാരികളായിട്ട് ദൈവത്തെ തെളിച്ച് ജീവിക്കുന്നുവെങ്കിൽ, മർക്കടമുഷികളായിരിക്കുന്നുവെങ്കിൽ അവിടെ ഒരു മാനസാന്തരത്തിനോ യേശുക്രിസ്തു വിശ്വാസത്തിനോ നിത്യമായ നീതീകരണത്തിനോ സാധ്യത ഇല്ല എന്ന് കൂടി ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഈ രക്ഷയെ ഓർത്ത്, ഈ ദൈവത്തെ ഓർത്ത് പൗലോസ് അപ്പസ്തോലൻ്റെ ദൈവത്തെ മഹത്വം കൊടുക്കുന്ന കാര്യങ്ങൾ 1 തിമോത്തി 1:17 നമ്മൾ വായിച്ചു. 3-ാം അധ്യായത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 29 മുതലുള്ള വാക്യങ്ങളിലും റോമാലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 33 മുതൽ ഉള്ള വാക്യങ്ങളും നാം അല്പമായിട്ട് വായിക്കുകയുണ്ടായി. നമുക്കറിയാവുന്ന കാര്യങ്ങളാണത്. എങ്കിലൊന്നുകൂടി വായിക്കാൻ ഞാൻ 11-ാം അധ്യായത്തിൻ്റെ 33 മുതലുള്ള വാക്യങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ച ദൈവത്തിൻ്റെ കൃപാവരങ്ങളും വിളിയും സമ്മതിയും അനുദപിക്കുന്നില്ല. എല്ലാ ഇസ്രായേലും രക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ഈ വേദഭാഗത്ത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം തീരുമാനിച്ച കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ആര് തീരുമാനിച്ചാലും ദൈവം സർവാധിപനായിരിക്കുന്നിടത്തോളം, സർവശക്തനായിരിക്കുന്നിടത്തോളം കാലം, സകല ശക്തിയുമുള്ളവനായകയാൽ അത് നടപ്പാക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ദൈവം മാത്രമാണ്. അതുകൊണ്ട് ദൈവത്തോട് മറുതലിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഇസ്രായേൽ യഥാസ്ഥാനപ്പെടും,
രക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതിനുശേഷമാണ് അപ്പസ്തലനായ പൗലോസ് ഇപ്രകാരം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. അതിൻ്റെ റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 33 മുതലുള്ള വാക്യങ്ങൾ ഞങ്ങൾ വായിക്കണം. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവനാർ, അവന് മന്ത്രിയായിരുന്നവനാർ, അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവർ ആർ. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ, അവന് എന്നേക്കും മഹത്വം. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ ഭയങ്കര ഒരു നമുക്കൊന്നും ഗ്രഹിക്കാൻ പറ്റാത്തതിനപ്പുറം ഒരു ഭക്തനായിരുന്നു. ദൈവത്തെ വാസ്തവമായിട്ട് അറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, ദൈവത്തിന് വേണ്ടി മരിച്ച ഒരു വ്യക്തിയാണ് പൗലോസ് അപ്പോസ്തലൻ. അപ്പോൾ അങ്ങനെ നമ്മൾ റോമാലേഖനവും പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വെളിപ്പാടുകൾ ദൈവം കൃപയാൽ നൽകിയിട്ടുണ്ട്. അതിലൊന്ന് തീർച്ചയായിട്ടും നമ്മുടെ മാനസാന്തരം എന്നുള്ള വിഷയമാണ്. പാരമ്പര്യം എന്ന ഒരു സംഭവം കഴിഞ്ഞ നൂറ്റാണ്ടുകളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം 1000-ൽ അപ്പുറം വർഷമായിട്ട് പാരമ്പര്യ ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടി വരികയാണ്. ഈ പാരമ്പര്യം കൊണ്ട് ദൈവത്തിൻ്റെ ഉദ്ദേശം നടക്കുകയില്ല. മാനസാന്തരപ്പെടുവാനോ വിശ്വാസത്തിലേക്ക് വരുവാൻ സാധ്യമല്ല. കാരണം ചെയ്ത കാര്യങ്ങൾ പിന്നെയും ചെയ്യുക. ഒന്ന്. രണ്ടാമതായിട്ട് അത് ദൈവവചനോട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. പാരമ്പര്യം, യേശു ക്രിസ്തു അതിനെ നിഷിദ്ധമായിട്ട് വിമർശിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാനായിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല അത്. നമ്മളതിനെക്കുറിച്ച് അല്പമായിട്ട് ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാനസാന്തരത്തിലേക്ക് വരുവാൻ തക്കവണ്ണം സുവിശേഷം കേട്ട്, ദൈവവചനം കേട്ട്, പരിശുദ്ധാത്മാവിൻ്റെ നടപ്പിൽ നാം മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം അത് വലിയൊരു അത്ഭുത കാര്യമാണ്. അതിന് തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇന്ന് നാമധേയ ക്രൈസ്തവ സഭകളിലുള്ളൂ. ജനിച്ച മുതൽ മരണം വരെ ഒരേ കാര്യങ്ങൾ ചെയ്യുക. എവിടെയാണ് മാനസാന്തരത്തിലുള്ളത്? എന്നാൽ ദൈവം മാനസാന്തരം ആഗ്രഹിക്കുകയാണ്. അതുമാത്രമല്ല, രണ്ടാം ലേഖനത്തിൽ, റോമാലേഖനം 2-ാം ലേഖനത്തിൻ്റെ 4-ാം വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ അതിന് ആ നോയ്യ എന്നൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരുന്നത്, ഗ്രീക്ക് പദം. നോയ്യ എന്ന് പറഞ്ഞാൽ മനസ്സ്, അറിവിൻ്റെ വാക്കാണ് നോയ്യ എന്നുള്ളത്. അതിൻ്റെ എ ചേർത്ത് കഴിഞ്ഞാൽ അതിന് ആൽഫ പ്രിമിറ്റീവ് എന്നാണ് പറയുക ഗ്രീക്ക് ഗ്രാമറിൽ. എന്ന് പറഞ്ഞാൽ ആ ചേർത്ത് കഴിഞ്ഞാൽ അത് ഇല്ല എന്നുള്ള അർത്ഥമാണ്. നിങ്ങൾക്ക് അറിവില്ലയോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. ആ പദം തന്നെയാണ് 1 തിമോത്തി 1-ാം അധ്യായത്തിലും പൗലോസ് അപ്പോസ്തലൻ എന്തുകൊണ്ട് അറിവില്ലായ്മയിൽ അവനത് ചെയ്തു എന്നുള്ള അതേ വാക്കം ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ അവന് ദൈവത്തിൻ്റെ കരുണ ലഭിച്ച് അവൻ വിശ്വാസിയായി തീർന്നു, അപ്പോസ്തലനായിട്ട് നിയമിക്കപ്പെട്ടു. 13 ലേഖനങ്ങൾ എഴുതുവാൻ തക്കവണ്ണം ദൈവം അവന് കൃപ കൊടുത്തു. അപ്പോൾ അങ്ങനെ രക്ഷയ്ക്കായിട്ടുള്ള, നീതീകരണത്തിനായിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതി നാം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ അജ്ഞരായിരിക്കരുത്. എല്ലാ വിഷയങ്ങളിലും നാം അത് അറിവുള്ളവരായിരിക്കണം. ഇയ്യോബിൻ്റെ കഥ നിങ്ങൾക്കറിയാമല്ലോ. ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത്, അത് 38 മുതലുള്ള അധ്യായങ്ങളാണെന്ന് ഞാൻ ഓർക്കുകയാണ്. അവിടെ ദൈവം അവനോട് സംസാരിക്കുമ്പോൾ അവിടെ നീ എന്തുകൊണ്ടാണ് കഷ്ടപ്പെടുന്നത്, അതിനെക്കുറിച്ചൊന്നും ദൈവം ഒരിക്കൽ പോലും അവനോട് ചോദിക്കുന്നില്ല. അവൻ ചോദിക്കുന്നത് നിനക്ക് ദൈവികമായ കാര്യങ്ങൾ, ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാവുന്നത്? ഞാൻ സൃഷ്ടിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? അപ്പം ഇങ്ങനെയുള്ള മൗലികമായിട്ടുള്ള കാര്യങ്ങളിൽ, ദൈവികമായ കാര്യങ്ങൾ, ദൈവിക വെളിപ്പാടുകൾ അറിയുന്നവരായിരിക്കണം ക്രൈസ്തവർ. അവരാണ് ഈ ലോകത്തിൻ്റെ ഉപ്പും വെളിച്ചവും ആയിരിക്കേണ്ടതെന്നും ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഇസ്രായേലിനെ സംബന്ധിച്ച അറിവ്, മാനസാന്തരത്തെക്കുറിച്ചുള്ള അറിവ് നാം അല്പമായിട്ട് പഠിക്കുകയുണ്ടായി. റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിലാണ് നാം വായിച്ചത്, ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുതപിക്കുന്നില്ല. ഇതൊരു
നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കൊരു സമനില നൽകുന്ന, ഒരു സ്റ്റേബിൾ ലൈഫ് നൽകുന്ന ഒന്നാണ്. ഇന്നിപ്പോൾ ഇസ്രായേലിൽ നടക്കുന്ന സംഭവങ്ങൾ നാം വായിക്കുമ്പോൾ ഒന്നാമത്തേതായിട്ട് സത്യസന്ധമായിട്ട് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഇന്ന് അത് ശത്രുവിൻ്റെ കീഴിലാണ്. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ അത് ശരിയാണോ, അത് സത്യമാണോ എന്നുള്ളത് ഇന്നും സംശയദൃഷ്ടിയോടുകൂടെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. 192 രാഷ്ട്രങ്ങൾ ഒരു രാഷ്ട്രത്തിനെതിരായിട്ട് നാം പ്രവർത്തിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന അമേരിക്ക, അവർ ഇസ്രായേലിനെ ശത്രുവായി തീരുമ്പോൾ യുദ്ധസമയത്ത് ഈ ആയുധങ്ങൾ കൊടുക്കാതിരിക്കുന്നത് ശത്രുവല്ലാതെ പിന്നെ ആരാ? അങ്ങനത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഉറപ്പും ധൈര്യവും നൽകുന്നത് ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനമാണ്. അവൻ പറഞ്ഞ രീതിയിൽ, എഴുതപ്പെട്ട രീതിയിൽ അവർ പുനഃസ്ഥാപിക്കപ്പെടും, അവർ യഥാസ്ഥാനപ്പെടും. കർത്താവ് വരും, കർത്താവ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവസാനം ഇസ്രായേൽ ജയിക്കും. അതിനെ സംബന്ധിച്ച് അല്പം ശേഷം അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ നമുക്ക് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു വിഷയം നാം പരിഗണിച്ചത് കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച്. നമ്മൾ ഏത് സമയത്താണ് ജീവിക്കുന്നത്? അത് പ്രത്യേകിച്ച് വോട്ടിനോടുള്ള ബന്ധപ്പെട്ട് ഈ മാസങ്ങളിൽ ഇന്ത്യയിൽ വോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച്, നാം ജീവിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ ആരാണ് പ്രവർത്തിക്കുന്നത്, എന്താണ് അവരുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ നേതാക്കന്മാർ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ദൈവിക വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ നാം അറിവ് ഉള്ളവർ ആയിരിക്കണം. അതിനെ സംബന്ധിച്ച് നാം ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിലെ 40-44 വരെ വാക്യങ്ങൾ വായിച്ചു. 5 സാമ്രാജ്യങ്ങൾ, അതിൽ 5-ാമത്തെ സാമ്രാജ്യം സ്ഥാപിക്കുന്നത് യേശു ക്രിസ്തുവാണ്. ഇതിനു മുമ്പുള്ള 4 സാമ്രാജ്യങ്ങളെയും തകർത്ത് നിത്യമായ ഒരു രാജ്യത്വം അവൻ സ്ഥാപിക്കും, ഒരു സാമ്രാജ്യം സ്ഥാപിക്കും. അതാണ് ആ വേദഭാഗത്ത് നാം വായിക്കും. 5-ാമത്തെ നിത്യമായ മനുഷ്യൻ്റെ സാമ്രാജ്യം അത് യേശു ക്രിസ്തുവിൻ്റെ സാമ്രാജ്യമായിരിക്കും. അതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കമാണ് നാം ഇന്ന് ഈ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരുക്കങ്ങളിൽ കേന്ദ്ര രാഷ്ട്രം, കേന്ദ്ര വ്യക്തി അത് ഇസ്രായേലാണ്. ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് ആണ് ഈ അവസാന നാളുകൾ സംഭവിക്കുന്നത്. ഈ അവസാന നാളുകളിൽ അവരുടെ ഏറ്റവും മിത്രമായിരുന്ന അമേരിക്ക പോലും അവരുടെ ശത്രുക്കളായി അവർക്കെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അമേരിക്കയുടെ കാലം കഴിഞ്ഞു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയണം. കാരണം അന്ത്യകാല സാമ്രാജ്യങ്ങളുടെ തികവ്, അതിനെ 5-ാമതായ യേശു ക്രിസ്തു നശിപ്പിക്കുമ്പോൾ ആ ഭാഗത്തൊന്നും തന്നെ ഒരു പ്രവചനങ്ങളിലും അമേരിക്കയെ നമുക്ക് കാണുന്നില്ല. അതിന് തക്കതായ അവരുടെ സ്വഭാവം ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇസ്രായേൽ ജയിക്കും എന്നുള്ളതിന് ദൈവവചനമുണ്ട്. എന്നാൽ അമേരിക്കയുടെ കാര്യം വളരെ ദാരുണമാണ്. കാരണം അവർ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ അവൻ കഷ്ടം വരുമ്പോൾ അവനൊരു സഹോദരനായി മാറേണ്ടതാണ്. അതിന് പകരം അവൻ ശത്രുവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ശത്രുവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അമേരിക്കയുടെ കാലം അത് എത്ര നാളിനി ഉണ്ടാകും, എത്ര നാൾ ഇവർ ഈ ഡോളറിൻ്റെ ശക്തിയിൽ ജീവിക്കുമെന്നുള്ളതിനെക്കുറിച്ച് അത് ദൈവം തമ്പുരാൻ തന്നെ നിങ്ങളെ ബോധ്യപ്പെടുത്തട്ടെ. എന്നാൽ ഈ അന്ത്യകാലത്തിൻ്റെ ഒരു കാര്യം നമ്മൾ വായിക്കുമ്പോൾ വേദപുസ്തകപരമായിട്ട് റഷ്യയും തുർക്കിയും ഇറാനും ഒരു സഖ്യമുണ്ടാക്കി, ഇസ്രായേലിനെതിരെ സഖ്യമുണ്ടാക്കും. അതിൽ ഒരു 30 ലക്ഷത്തോളം ആർമി അവരാണ് ഈ ഇസ്രായേലിനെതിരെ സഖ്യകക്ഷികൾ ചേർന്ന് അവരാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ചൈനയുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ അവർ ഒരു വെടിയുണ്ട പോലും ചെലവഴിക്കാതെ യുദ്ധങ്ങൾ ജയിക്കുന്ന, പ്രദേശങ്ങൾ കൈയടക്കുന്ന ഒരു രീതിയാണ് അവർക്കുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ആർമിയെ ഈ 30 ലക്ഷം ആൾ തികയ്ക്കാൻ വേണ്ടി റഷ്യയോടും തുർക്കിയോടും ഇറാനോടും ചേർന്ന് ഒരു സംഖ്യ കൊടുക്കുന്ന ഒരു രാഷ്ട്രമായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ചൈന ഇതിൻ്റെ 30 ലക്ഷം ചൈനയ്ക്ക് മാത്രമേ അത് സാധ്യമാകൂ. കാരണം റഷ്യയും ടർക്കിയും ഇറാനും എല്ലാം കൊണ്ട് ചേർന്ന 30 ലക്ഷം ഇസ്രായേലിനെതിരായിട്ട് വരാനുള്ള ആർമി ഇല്ല. അതുകൊണ്ട് അത് ബാക്കിയുള്ള സംഖ്യ അത് നൽകാൻ തക്കവണ്ണം, സൈന്യത്തിന് നൽകുവാൻ തക്കവണ്ണം അവനും സഖ്യം ചേരുമോ എന്നുള്ളത് അത് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്നാൽ അമേരിക്ക പ്രവചനങ്ങളിൽ, അന്ത്യകാല പ്രവചനങ്ങളിൽ അമേരിക്ക ഇല്ല. അതുമാത്രമല്ല അവരുടെ സ്വഭാവം ഇപ്പോൾ വളരെ വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നവംബറിൽ ഇലക്ഷൻ്റെ സമയത്ത് ഇനി ആര് വരുമെന്നുള്ളത് അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് അവിടെ വരികയാണെങ്കിൽ അവർ കൺസർവേറ്റീവാണ്. അവർ ഇസ്രായേലിനെ രക്ഷിക്കാൻ തക്കവണ്ണം ബാധ്യസ്ഥരായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. അവർ വരുന്നെങ്കിൽ ചിലപ്പോൾ ഇനി കാര്യങ്ങൾ മാറാനും ദൈവം അവരോട് കരുണ കാണിച്ച് കുറച്ചുകൂടി നീട്ടിക്കൊടുക്കുവാനാണ്, അവരുടെ നാശത്തിൽ നിന്ന് അവരെ മാറ്റുവാൻ തക്കവണ്ണം ദൈവം പ്രസാദിക്കും എന്നും എനിക്കറിയത്തില്ല. അത് നമുക്ക് വരും കാലങ്ങളിൽ കാഴ്ച കൊണ്ട് മാത്രമേ നമുക്കത് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ വേദപുസ്തകത്തിൽ ഇസ്രായേലിനെ രക്ഷിച്ച ദൈവം ചില കാര്യങ്ങൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇസ്രായേലിനെ ദൈവം രക്ഷിച്ചത് എന്നുള്ളത്. അതിന് പുറപ്പാട് പുസ്തകം നല്ലൊരു ഉദാഹരണമാണ്. പുറപ്പാട് ഇസ്രായേലിൻ്റെ ജയം പുറപ്പാട് പുസ്തകത്തിലെ പോലെ ആയിരിക്കും എന്ന് ഞാനങ്ങ് കരുതുകയാണ്. 400 വർഷം അടിമകളായിരുന്ന ഇസ്രായേൽ ജനത്തെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ പാവങ്ങൾക്ക് അവിടെ ആയുധങ്ങളില്ല, ധനമില്ല, ഒന്നുമില്ലായിരുന്നു. വെറും അടിമകൾ മാത്രമായിരുന്നു. ദൈവമാണ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചത് എന്ന് നാം ഓർത്തിരിക്കേണ്ടതാണ്. ഇസ്രായേലിൻ്റെ അന്ത്യകാലത്തും ഇതുപോലെ തന്നെ അവരുടെ മശിഹ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വന്ന് ഇസ്രായേലിൻ്റെ ശത്രുക്കളെ മുഴുവൻ സംഹരിച്ച് ഇസ്രായേലിന് രാജ്യം കൊടുക്കും. യേശു ക്രിസ്തു രാജാവായി വാഴും. അതിന് ചില ഉദാഹരണങ്ങൾ ഞാനിത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഇത് പുറപ്പാടിൻ്റെ പെസഹ കുഞ്ഞാടിനെ അറുത്തതിൻ്റെ രക്തത്താൽ ആദ്യജാതന്മാരെ സംഹരിച്ച് ദൈവം ഇസ്രായേലിനെ മോചിപ്പിക്കുകയാണ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതന്മാരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. ദൈവമായ കർത്താവ് യഹോവ എന്ന് നമുക്ക് പരിഭാഷപ്പെടുത്താവുന്ന ആ വാക്ക്, ആ ദൈവം ആണ് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. ആദ്യജാതന്മാരെ ഞാൻ കൊല്ലുമെന്നാണ് ദൈവം പറഞ്ഞത്. അവരുടെ ഈജിപ്തിലെ ദേവന്മാർക്കെതിരായി ഞാൻ ശിക്ഷ നടത്തുമെന്നാണ് ദൈവം പറഞ്ഞത്. അങ്ങനെ യേശു ക്രിസ്തു തന്നെ, യഹോവയായ ദൈവം തന്നെ, ഇസ്രായേലിൻ്റെ ദൈവം വന്ന് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ശത്രുക്കളെ സംഹരിച്ച് രാജ്യം സ്ഥാപിക്കും. ഇസ്രായേൽ ജയിക്കും. ഇസ്രായേലിന് മഹത്വം ലഭിക്കും എന്നുള്ളത് തിരുവചനത്തിൽ നിന്നൂടെ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ പഴയകാല ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവുകൾ ഇന്ന് നമ്മൾ കാണുന്ന ഈ ക്രൂരമായ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നമുക്ക് ആശ്വാസവും പ്രത്യാശയും നൽകും. നമ്മളെന്താ ചെയ്യേണ്ടത്? മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുക, ദൈവവചനത്തിലേക്ക് തിരിയുക, ആകുന്നത് നാം വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക.
അങ്ങനെ ഒരു ശാന്തതയും സമാധാനമുണ്ട്, നിത്യമായ പ്രത്യാശയുള്ള ഒരു ജീവിതം നമുക്ക് ലഭിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്ന് നാലാമതായ ഒരു അറിവ് കൂടി നമുക്ക് പരിഗണിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ മാനസാന്തരത്തെക്കുറിച്ച് അറിവ്, രക്ഷയെക്കുറിച്ചുള്ള അറിവ്, നീതീകരണത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തിൻ്റെ കരുണയ ദിവ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള അറിവ്, ഇസ്രായേലിനെ സംബന്ധിച്ച് എന്ത് സംഭവിക്കും എന്നുള്ള അറിവ്, ഈ ലോകത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവ്. ഇനി വേറൊരു അറിവ് നമുക്ക് വേദപുസ്തകത്തിലുള്ളത്, ഒരുപാട് അറിവുകൾ നമുക്കുണ്ടെങ്കിൽ നാം ഇന്ന് പരിഗണിക്കാൻ പോകുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണ്. ഇത് കർത്താവ് യേശു ക്രിസ്തു തന്നെ പറഞ്ഞ വാക്കുകളാണ് എന്ന് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ. എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രനെ അയച്ചു. അപ്പോൾ പിതാവ് പുത്രൻ ഇവരെ അറിയുക എന്നുള്ളതാണ്. ഏക സത്യദൈവമായ അവിടുത്തെയും, അത് പിതാവിനെ, അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെ അറിയുക എന്നാണ് നിത്യജീവൻ. നിത്യജീവൻ എന്താണ് എന്ന് നാം അറിയണം. അതിന് പിതാവിനെയും പുത്രനെയും അറിയണം, പരിശുദ്ധാത്മാവിനെ അറിയണം. തീർച്ചയായിട്ടും ഏക സത്യ നിത്യദൈവമാണ്. ഒരു ദൈവം, 3 വ്യക്തികൾ, ഒരേ സത്തയിലുള്ള 3 വ്യക്തികൾ. സത്തയിൽ ദൈവം ഏകനാണ്, എന്നാൽ വ്യക്തിയിൽ 3 ഈ ദൈവത്തെ അറിയുന്നതാണ് നിത്യജീവൻ. കാരണം ദൈവത്തിന് മാത്രമേ നിത്യജീവനുള്ളൂ. എന്നാൽ നമുക്ക് പാപികളായ എനിക്കും നിനക്കും വേദപുസ്തകം എപ്രകാരമാണ് ഈ നിത്യജീവൻ തരുവാൻ ആഗ്രഹിക്കുന്നത്? ഈ നിത്യജീവനെക്കുറിച്ച് അറിഞ്ഞ് നമുക്ക് ഈ നിത്യജീവൻ ലഭിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങളല്ല, ഇത് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 14 തൊട്ട് 16 വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ആർക്കാണ് നിത്യജീവൻ ലഭിക്കുന്നത്? നിത്യജീവനെക്കുറിച്ച് അറിവ് ദൈവത്തെ അറിയുന്നതിലാണ്. ദൈവം നിത്യനാണ്, നിത്യജീവനുള്ളവനാണ്. ആ നിത്യജീവൻ നമുക്ക് നഷ്ടപ്പെടുത്ത പാപത്താലാണ്. അതുകൊണ്ട് ഈ പാപത്തിന് പരിഹാരം വരുത്തുന്ന ആരാണ്? യേശു ക്രിസ്തു. അത് കാൽവരി ക്രൂശിലാണ്. മോശ സർപ്പത്തെ ഉയർത്തിയതുമില്ല, കർത്താവ് ഉയർത്തപ്പെട്ടു. അവനിൽ വിശ്വസിക്കുന്ന നിത്യജീവൻ ഉണ്ട്. അതുപോലെ തന്നെ 3-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യത്തിൽ വീണ്ടും എഴുതിയിരിക്കുകയാണ്, പിതാവ് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ നമുക്ക് ലഭിക്കണം എന്നുള്ളതും ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. വേദപുസ്തകത്തിലെ പ്രധാന ഒരു വിഷയം അതുതന്നെ. യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയതിൻ്റെ ഉദ്ദേശവും യോഹന്നാൻ എന്ത് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമാണ്. ബൈബിൾ ഈസ് സോ ക്ലിയർ. നമുക്ക് യാതൊരു സംശയിക്കേണ്ടതൊന്നും ആവശ്യമില്ല. ദൈവം വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഈ പുസ്തകം യോഹന്നാൻ്റെ സുവിശേഷം യോഹന്നാൻ എഴുതിയതിൻ്റെ ഉദ്ദേശം അവിടെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. 30-31 ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷങ്ങൾ, ഈ 21 അധ്യായങ്ങളിലൂടെ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ അത് എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 7 അത്ഭുതങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതുകൂടാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് വേദപുസ്തകം റിപ്പോർട്ട് ചെയ്യുന്നത്. 31-ാം വാക്യത്തിൽ, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു.
ഏത് 7 അത്ഭുതങ്ങളുള്ള ഈ യോഹന്നാന്റെ സുവിശേഷം. അതുകൊണ്ട് നമുക്ക് ജീവൻ ലഭിക്കുവാൻ, ജീവൻ ലഭിക്കുവാൻ, പാപക്ഷമ ലഭിക്കുവാൻ, പാപികൾക്ക് സ്വർഗത്തിലെ ദൈവത്തിനോട് വസിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തിയേ പറ്റൂ. അത് സ്വന്തമായിട്ട് ചെയ്യാന്ന് വെച്ചാൽ അത് വെറും അഹം മാത്രമാണ്, നമ്മളത് സാധിക്കുന്നതല്ല. അതുമാത്രമല്ല, നമുക്ക് ദൈവത്തെ അറിയത്തില്ല, എത്രയോ പരിശുദ്ധനാണ് എന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം നാം ഈ പുസ്തകത്തിലേക്ക്, ഈ ദൈവത്തിലേക്ക് തിരിയേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ദൈവിക ഉദ്ദേശം തിരുവചനത്തിൽ സ്പഷ്ടമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവിക ഉദ്ദേശം ദൈവവചനത്തിൽ നിന്ന് അറിയുക, മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. ഇതാണ് ഇന്നത്തെ സന്ദേശം. ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ആകത്തുക ഇതാണ്. നാം ദൈവത്തിലേക്കും ദൈവവചനത്തിലേക്കും ക്രിസ്തുവിലേക്കും ക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തിലേക്കും അടക്കം പുനരുത്ഥാനത്തിലേക്കും വിശ്വസിച്ച് നമുക്ക് നിത്യജീവനുള്ളവരായി ജീവിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. സ്വർഗ്ഗപിതാവേ കൽപ്പിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. കേട്ട വചനം വിശ്വാസമേ പരിണമിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം. നന്ദി. താങ്ക് യു വെരി മച്ച്.